إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وحاجه قومه قال أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പകർത്തണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിലകലം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കുവാനും അവസാന നിമിഷത്തിൽ കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മുവഹിദായി മുത്തഖിയായി മുഹ്സിനായി മുസ്ലിമായി യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ സൂറത്ത് അതിൻ്റെ 80-ാമത്തെ ആയത്ത് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വ്യക്തമാക്കുന്നു, വഹാജഹു ഖൗമു, അദ്ദേഹത്തിന്റെ ഖൗമുമായി അദ്ദേഹത്തിന്റെ ഖൗമ് തർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി. ഖാല, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, തുഹാജൂനി ഫില്ലാഹി, അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്നോട് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. വഖദ് ഹദാൻ, അതായത് ഏതൊരു അള്ളാഹുവിന്റെ വിഷയത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കത്തിൽ ഏർപ്പെടുന്നത്, അതേ അള്ളാഹു തന്നെ എന്നെ ഹിദായത്തിലാക്കിയിരിക്കുകയാണ്. വലാ അഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ പങ്കുചേർക്കുന്ന ഒന്നിനെയും എനിക്ക് ഭയപ്പെടാൻ കഴിയില്ല. ഇല്ലാ അൻ യശാ റബ്ബി ഷൈഅ, അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നതുമില്ല. വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ, വിശാലമായ തലത്തിൽ തന്നെ എൻ്റെ റബ്ബിൻ്റെ ഇൽമ് അത് സമ്പന്നമാണ്. അഫലാ തതദക്കറൂൻ, നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി നന്നായി ആലോചിച്ച് മനസ്സിലാക്കാത്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിൻ്റെ സന്ദേശവുമായി ബന്ധപ്പെട്ട ചർച്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ലോകത്തിൻ്റെ സൃഷ്ടാവായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു തആലയെ ആരാധിക്കണമെന്നുള്ള വലിയൊരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്ന വലിയൊരു ദൗത്യമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രവർത്തിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ നാടിൻ്റെ വ്യവസ്ഥിതികളൊക്കെ ആ ഒരു ആശയത്തെ എതിർക്കുകയും പരമ്പരാഗതമായി കൈമാറി വരുന്ന ആ ഒരു വ്യവസ്ഥിതിയിലൂടെ മാത്രമേ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ എന്നും അതിനെ എതിർക്കുന്ന പക്ഷം അതിൻ്റെതായിട്ടുള്ള തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള നിലയ്ക്കൊക്കെ ആ ജനത ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ അവരുടെ പ്രതികരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കൊട്ടാരത്തിലേക്ക് നമ്രൂദ് വിളിച്ചു വരുത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് പുതിയ ഈ ഒരു ദൈവീകമായ വിഷയത്തിൽ എന്താണ് സൂചിപ്പിക്കാനുള്ളത് എന്നുള്ള നിലയ്ക്കുള്ള ചില സംഭാഷണങ്ങളും ചർച്ചകളും അവർക്കിടയിൽ നടക്കുകയും ചെയ്തു. അപ്പം അവിടെ വളരെ യുക്തിഭദ്രമായ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ബുദ്ധിമാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്രൂദിനോട് സംസാരിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സമൂഹം അദ്ദേഹത്തിന് ചില താക്കീതുകൾ നൽകുകയാണ്. ഈ ഒരു ആദർശവുമായി താങ്കൾ മുന്നോട്ട് പോകാൻ പാടില്ല. വലിയ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും താങ്കൾ തരണം ചെയ്യേണ്ടി വരും. ആ നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ ബോധ്യപ്പെടുത്തി അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് ആ ഒരു ഖൗമ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് വിശുദ്ധ ഖുർആൻ 6-ാമത്തെ സൂറത്തായ സൂറത്തുൽ അൻആമിന്റെ 80-ാമത്തെ ആയത്ത് മുതൽ ഇങ്ങോട്ട് ചർച്ച ചെയ്തു വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് പറയാനുള്ളത് ഇതാണ്: അതുഹാജൂനി ഫില്ലാഹി വഖദ് ഹദാ. എനിക്ക് ശരിയായ മാർഗദർശനം നൽകിയ അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണ്. ഞാൻ പറഞ്ഞത് യുക്തിഭദ്രമല്ലേ? ബുദ്ധിക്ക് യോജിക്കുന്നതല്ലേ? അന്ധമായ കാഴ്ചപ്പാടുകളൊന്നും അല്ലല്ലോ, അതിലേക്കൊന്നും അല്ലല്ലോ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വാദങ്ങളോട് പലപ്പോഴും സത്യസന്ധമായിട്ട് പോലും പ്രതികരിക്കാൻ, അതിനോട് സമീപിക്കാൻ നിങ്ങളെ കൊണ്ട് പോലും സാധ്യമാകുന്നില്ല. അത്രത്തോളം അബദ്ധജടിലമായിട്ടുള്ള അന്ധമായ വിശ്വാസങ്ങളെയാണ് നിങ്ങൾ വെച്ച് പുലർത്തുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കെൻ്റെ റബ്ബ് ശരിയായ മാർഗദർശനം നൽകിയിട്ടുണ്ട്, ഹിദായത്ത് നൽകിയിട്ടുണ്ട്. വല അഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ലാ അയ്യശാ റബ്ബി ഷൈഅ. എൻ്റെ നിലപാടിതാണ്. വല അഖാഫു, എനിക്കൊരിക്കലും ഭയപ്പെടുക സാധ്യമല്ല. എനിക്ക് യാതൊരു ഭയവുമില്ല. നിങ്ങളിപ്പോൾ ഭയത്തെ മുൻനിർത്തിയിട്ടാണല്ലോ എന്നോട് സംസാരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടും, കുടുംബത്തിൽ നിന്നും നിഷ്കാസിതനാവും, നാട്ടിൽ നിന്ന് പോലും ചിലപ്പോൾ പുറത്താക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രാജാവിന്റെ ഭാഗത്ത് നിന്നും കനത്ത ശിക്ഷയുണ്ടാവും. എന്നൊക്കെ നിങ്ങൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ച എൻ്റെ റബ്ബ് എന്താണ് ജീവിതം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വഴികൾക്കാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. എവിടെയാണ് മനുഷ്യൻ ഭയപ്പെടേണ്ടത്, എവിടെയാണ് മനുഷ്യൻ ഭയം ഒഴിവാക്കേണ്ടത്, എന്തിനെയൊക്കെയാണ് ശരിക്കും യുക്തിപൂർവം നമ്മൾ ഭയപ്പെടേണ്ടത്, എന്തിനെയൊന്നും ഭയപ്പെടാൻ പാടില്ല, എന്തിനൊക്കെയാണ് യഥാർത്ഥത്തിൽ ശക്തിയുള്ളത്, എന്തിനൊക്കെയാണ് ശക്തിയില്ലാത്തത്, ഇങ്ങനെ കേവലമായ ധാരണകൾക്കും അപ്പുറം യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധവും ബോധനവും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്.
അങ്ങനെയുള്ള എന്നോടാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഇതൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സംസാരിക്കുകയാണ്. ലോകത്ത് രൂപപ്പെട്ടിട്ടുള്ള സംഭവിച്ചിട്ടുള്ള നവോത്ഥാനങ്ങളെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. ഇപ്പൊ യൂറോപ്യൻ നാടുകളിൽ ധാരാളം നവോത്ഥാനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ വിപ്ലവങ്ങൾ എന്ന പേരിലാണ് പലപ്പോഴും ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്. അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇങ്ങനെയുള്ള ധാരാളം വിപ്ലവ ചരിത്രങ്ങൾ ചരിത്ര പാഠങ്ങളിൽ നിന്നും ചരിത്രത്തിന്റെ ഭാഗങ്ങളിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇത്തരം വിപ്ലവങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് പരമ്പരാഗതമായിട്ടുള്ള അന്ധമായ ജീവിത കാഴ്ചപ്പാടിലൂടെ പലപ്പോഴും മനുഷ്യർ ചെന്നുപെട്ട അടിമത്തത്തിന്റെ നുകങ്ങളെ അവരിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ അവരിൽ നടന്നതിനെയാണ് നമ്മൾ പലപ്പോഴും വിപ്ലവം എന്ന് പറയുന്നത്. അതൊക്കെ ഓരോ നവോത്ഥാന ചിന്തകളെ തുടർന്ന് രൂപപ്പെട്ടതായിരുന്നു. പുതിയൊരു നവോത്ഥാനത്തിലേക്കുള്ള ലോകത്തിന്റെ ഒരു സഞ്ചാരമായിരുന്നു അവസാനം വിപ്ലവത്തിലൊക്കെ ചെന്ന് കലാശിച്ചത്. വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളോടും ഇത്തരം ചില സമീപനങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്ന ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും ഒക്കെ പലപ്പോഴും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഈ രൂപത്തിലുള്ള സമീപനങ്ങളുമായി അവരിലേക്ക് കടന്നു ചെല്ലുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ പലപ്പോഴും സ്വന്തം ജീവൻ കൊടുത്തിട്ടും അതുപോലെ തന്നെ സ്വന്തം സമ്പത്ത് കൊടുത്തിട്ടും കയ്യിലുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ഒരു നവോത്ഥാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ അവിടെയൊക്കെ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഏതൊരു മേഖലയിൽ നവോത്ഥാനങ്ങൾ നടന്നാലും പഴഞ്ചൻ കാഴ്ചപ്പാടുകളെ, അന്ധമായ കാഴ്ചപ്പാടുകളെ അവിടെ നിന്നും തുടച്ചു നീക്കിക്കൊണ്ട് പുതിയ കാഴ്ചപ്പാടുകളെ, അതായത് 100% യുക്തിഭദ്രമായിട്ടുള്ള, ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള, ഒരു നാടിന്റെ ശരിയായ വികസനത്തിന് ഉതകുന്ന നിലയ്ക്കുള്ള, അല്ലെങ്കിൽ മനുഷ്യന്റെ പുരോഗതിക്ക് കാരണമായി തീരുന്ന നാഗരികതകൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കുറേ നന്മകളെയായിരിക്കും പലപ്പോഴും ഇത്തരം നവോത്ഥാനമൊക്കെ മുൻനിർത്തുക അല്ലെങ്കിൽ ലക്ഷ്യമായിട്ട് കാണുക. അതിനെ തുടർന്നാണ് വിപ്ലവങ്ങൾ രൂപപ്പെടുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഊർ എന്ന പട്ടണത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതികളെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ നാട് അങ്ങനെ പോകുമെന്നല്ലാതെ, കാരണം നമുക്കറിയാം വലിയ ഒരു സംസ്കൃതിയുടെ പിൻതലമുറക്കാരായിട്ടാണ് നമുക്ക് ഊർ പട്ടണത്തിലെ നിവാസികളെ കാണാൻ കഴിയുന്നത്. ലോകത്തൊരുപാട് അറിയപ്പെടുന്ന സംസ്കൃതികളുണ്ടല്ലോ. അതിൽപ്പെട്ട മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തലമായിട്ടാണ് നമുക്ക് ഊർ പട്ടണത്തിലെ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആ ഒരു സംസ്കൃതി അതങ്ങനെ അതിന്റെ പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ഉത്ഥാനത്തിലായിരുന്നു, നവോത്ഥാനത്തിലായിരുന്നു. അപ്പൊ ഉത്ഥാനത്തിന് ശേഷം ഉണ്ടായ പതനത്തിന്റെ വഴിയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കടന്നു വരുന്നതും വീണ്ടും ഒരു നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. പലപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങളെ ശരിയായ രൂപത്തിൽ പഠിക്കാത്തതിന്റെ പേരിലും വിലയിരുത്തപ്പെടാത്തതിന്റെ പേരിലും അത് കേവലം ഒരു കഥയായി മാത്രം പരിമിതപ്പെടുന്ന അവസ്ഥ മുസ്ലിം സമൂഹത്തിലുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ട് അതൊരു ലോക ചരിത്രത്തിന്റെ ഭാഗമായി അതിനെയൊന്നും നമ്മൾ വിലയിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്ത് രൂപപ്പെട്ടിട്ടുള്ള നവോത്ഥാന ചരിത്രത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനങ്ങളെ, നവോത്ഥാനത്തെ നാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അത്തരം ഒരു താരതമ്യ പഠനം നടത്തുമ്പോഴാണ് അതിന്റെ കാലികമായ ആവശ്യകതയെക്കുറിച്ചും അതിന്റെ പ്രസക്തിയെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ആ നിലയ്ക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പരിശ്രമമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഒരു നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാംസ്കാരികമായ ചൂഷണങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ചില ചൂഷണങ്ങളുടെ ഫലപ്രദമായിട്ടാണെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട്, അപ്പൊ അതിനോട് ഭരണകൂടം യോജിച്ചു വന്നാൽ
ലോകത്തറിയപ്പെടുന്ന വലിയൊരു സാംസ്കാരികമായ രാഷ്ട്രീയപരമായിട്ടുള്ള പുരോഗതി ആ നാട്ടിൽ നടക്കും. പക്ഷേ അതിനെ എതിർക്കാനാണ് പലപ്പോഴും ജനങ്ങളും ഭരണകൂടവും ഒക്കെ തയ്യാറാകുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു പതനത്തിലേക്ക് തന്നെ തങ്ങൾ പോയിക്കൊള്ളാം, ഇനിയൊരു നവോത്ഥാനം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ പുതിയൊരു നാഗരികതകളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ള നിലയ്ക്ക് ആ പഴഞ്ചൻ കാഴ്ചപ്പാടിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം. ഇത് മനുഷ്യർക്കിടയിൽ സോഷ്യോളജിയെ കുറിച്ചും അതുപോലെ സാമൂഹികമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഇത്തരം ചില കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നതായിട്ടും അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കൂട്ടായ്മകൾ, നവോത്ഥാന കൂട്ടായ്മകൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അതിനെ തുടർന്ന് അവിടെ നല്ല ഒരവസ്ഥ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 30 വർഷം മുമ്പ് ഈരാറ്റുപേട്ടയുടെ കാഴ്ചപ്പാടുണ്ട്. 30 വർഷം മുമ്പ് ഇന്ന് നമ്മളുടെ കലാലയങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളെ മൊത്തത്തിലൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ നീറ്റിന്റെ റിസൾട്ട് വന്ന സമയത്ത് ബ്രില്യന്റ് പോലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷന് യോഗ്യത നേടിയ ആളുകളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കുക. എത്രമാത്രം മുസ്ലിമീങ്ങളാണ്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് യോഗ്യത നേടിയ ഓരോരോ മേഖലകളും നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം മുസ്ലിമീങ്ങളാണ്. അപ്പൊ 30 വർഷം മുമ്പുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈരാറ്റുപേട്ടയിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒക്കെ ഒരു കലാലയത്തിലേക്ക് ഒരു പെൺകുട്ടി പഠിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അത് വലിയ മതവിരുദ്ധത ആ കുട്ടിയുടെ മേൽ ചാർത്തപ്പെടാൻ മാത്രം വലിയൊരു പിന്നോക്ക അവസ്ഥ നമ്മുടെ നാടിനുണ്ടായിരുന്നു. എന്നാൽ ചില നവോത്ഥാന ചിന്തകൾ ഈ 30 വർഷത്തിനിടയിൽ ഈരാറ്റുപേട്ടയിലുണ്ടായി. ആ നവോത്ഥാനത്തെ ആദ്യമൊക്കെ എതിർക്കാൻ വേണ്ടി പരമ്പരാഗതമായിട്ടുള്ള ആശയങ്ങളും ചിന്തകളും എന്നും നമ്മളെ പതനത്തിലേക്ക് മാത്രം നയിക്കാൻ കാരണമായി തീരുന്ന പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതികളെ തലയിലേറ്റിയിരുന്ന പല ആളുകളും എന്ത് ചെയ്യുന്നു, ശക്തമായ രൂപത്തിൽ രംഗത്തിറങ്ങി. ഇത് വലിയ അപകടമാണ്, നമ്മുടെ നാടിനെ നശിപ്പിച്ചു കളയും, നമ്മുടെ ഇസ്ലാമിക മൂല്യങ്ങളൊക്കെ ഇല്ലാതാക്കി കളയും എന്നുള്ള രൂപത്തിൽ, അതിശക്തമായ രൂപത്തിൽ അത്തരം നവോത്ഥാന ചിന്തകളെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നു. പക്ഷേ എന്നാൽ നല്ല ഒരു ശതമാനം ആളുകൾ സത്യത്തെ മനസ്സിലാക്കാൻ തയ്യാറായതിന്റെ പേരിൽ, കാരണം ഈരാറ്റുപേട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരു പ്രദേശത്തിനും ഇല്ലാത്ത കുറെ നന്മകളുണ്ട്. ആ നന്മകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ ഒരു ചിന്ത വന്നാൽ അതിനെ ഒന്ന് നിരീക്ഷിക്കാനും അതിനെ ഒന്ന് പഠിക്കാനും ഒന്ന് വിലയിരുത്താനും, നല്ലതാണെങ്കിൽ അവകളെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന നല്ല ഒരു മാനസികാവസ്ഥയുണ്ട്. നമ്മൾ പലപ്പോഴും പല തിന്മകളെ കുറിച്ചും പറയാറുണ്ട്. തിന്മകൾ മാത്രം പോരല്ലോ, നന്മകൾ കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്ത് പോകണമല്ലോ. കാരണം മറ്റുള്ള ഒരു നാട്ടിലും ഇല്ലാത്ത ഒരുപാട് നവോത്ഥാന സ്ഥാപനങ്ങൾ, നവോത്ഥാനത്തിന് കാരണമായി തീരുന്ന നല്ല സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈരാറ്റുപേട്ട. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരി പറഞ്ഞതാണ്, ഈരാറ്റുപേട്ടയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് നല്ല വിദ്യാസമ്പന്നമായ ഒരു അവസ്ഥയിൽ വളർന്നിട്ടില്ല എങ്കിൽ, നല്ല ദീനീ ചിട്ടയോടുകൂടി വളർന്നിട്ടില്ല എങ്കിൽ, മറ്റുള്ള നാട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കാളും അള്ളാഹുവിന്റെ മുന്നിൽ ഒരുപാട് മറുപടി പറയേണ്ടി വരുമെന്ന്. സത്യമാണ് പറഞ്ഞത്. ഏതൊക്കെ തലത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്ക് ഉതകും വിധമുള്ള ഒരുപാട് നല്ല സ്ഥാപനങ്ങളുള്ള ഒരു നാടിന് ആണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള നാടുകളൊന്നും ഇത്തരം നവോത്ഥാന ചിന്തകളെ ഇത്രമാത്രം ആവേശത്തോടുകൂടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റു കേരളത്തിലുള്ള പല നാടുകളെ കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊക്കെ അപ്പുറമായി ചെറിയൊരു പ്രദേശമാണ്. ഈ ചെറിയൊരു പ്രദേശത്ത് നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള നവോത്ഥാനപരമായിട്ടുള്ള ചിന്തകളെ നാം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റുള്ള നാടുകൾക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഈ നാടിനുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രമാത്രം ആളുകൾ പഠിക്കാനും ചിന്തിക്കാനും അതുപോലെ തന്നെ അതൊക്കെ ചർച്ച ചെയ്യാനും തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നാടിന്റെ വളരെ മഹത്തരമായ ഒരു ഭാഗം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ ആവേശത്തോടു കൂടി ഈ നാടിനെ അല്ലാഹു വളർത്തുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്ന വിഷയം, അതേ സമയത്ത് അതിനെ ശക്തമായ രൂപത്തിൽ എതിർത്തിരുന്ന പിന്തിരിപ്പന്മാരായിട്ടുള്ള ചില ആളുകളുടെ താല്പര്യങ്ങൾക്ക് വശംവദരായിക്കൊണ്ട്
ഒന്ന് പഠിക്കാനോ ഒന്ന് ചിന്തിക്കാനോ തയ്യാറാകാതെ ആ എതിർപ്പുകാരോടൊപ്പം അല്ലെങ്കിൽ പതനത്തിലേക്ക് മാത്രം ചിന്താപരമായി നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിരുന്ന ആ ഒരു വിഭാഗത്തോടൊപ്പം നമ്മൾ എല്ലാം ഒന്നടങ്കം എതിർക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈരാറ്റുപേട്ടയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം നാടിന്റെ ഒരു സാമൂഹികമായ ഒരു പശ്ചാത്തലമാണ്. നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് അതിലുള്ള നന്മകളും തിന്മകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ആ രൂപത്തിൽ ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ ഇപ്പൊ ഈരാറ്റുപേട്ടക്കാരൻ നവോത്ഥാനത്തെ ഉൾക്കൊണ്ടതുപോലെ സ്വീകരിച്ചതുപോലെ ഊറിലെ ജനങ്ങളെങ്ങാനും ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നുവെങ്കിൽ ശരിയാണല്ലോ ഇബ്രാഹിം പറയുന്നത്. കാരണം മതം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആധിപത്യത്തിന് കീഴിലാകാൻ പാടില്ലല്ലോ. രാജാക്കന്മാരെ ആരാധിക്കുക, രാജാക്കന്മാർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് ഇവിടെ വിലയിരുത്തപ്പെടുക, ആരാണ് ഇതിനുള്ള തെളിവുകൾ നൽകിയിട്ടുള്ളത്? ദൈവത്തിൽ നിന്നും ആ രൂപത്തിലുള്ള എന്തെങ്കിലും ചിന്തകളോ കാഴ്ചപ്പാടോ ഭൂമിയിൽ അവതീർണമായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ രൂപത്തിലുള്ള ഒരു പഠനം നടത്തിയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് ഒരു അന്ധമായ കാഴ്ചപ്പാടാണ് എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അവരാരും ചിന്തിക്കാൻ തയ്യാറായില്ല. അവരൊക്കെ ഇത്തരം നവോത്ഥാന ചിന്തയുമായി കടന്നു വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ എതിർക്കുകയും എന്നാൽ ഈ ഒരു പ്രവർത്തനം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കടുത്ത ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ സമീപിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു അവസ്ഥ കൂടിയുണ്ട്. നവോത്ഥാന ചിന്തകളുമായി മുന്നോട്ട് വരുന്ന ആളുകൾ ഇത്തരം പിന്തിരിപ്പന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഭയപ്പെടുത്തലോ കാരണമായിട്ട് അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആ നാട് സമ്പൂർണമായും പതനത്തിലേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീർത്ത് പറയുകയാണ്, നിങ്ങൾ പങ്കു ചേർക്കുന്ന, അതായത് വലാ അഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ലാ അയ്യശാ റബ്ബി ഷൈഅ മാ തുശ്രികൂന ബിഹി, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെയാണോ ചേർത്ത് വെക്കുന്നത്, ഇപ്പൊ ലോകത്തിന്റെ നിലനിൽപ്പ്, അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം, നമ്മളുടെ നിലനിൽപ്പ്, നമ്മുടെ ജീവിതത്തിന്റെ സമാധാനപരമായ അവസ്ഥകൾ, അതിനൊക്കെ കാരണമായി തീരാവുന്നത് ഭരണകൂടമാണെന്നും രാജാവാണെന്നും നേതാക്കന്മാരായിരുന്നു നമ്മളുടെ പൂർവ്വപിതാക്കന്മാരുടെ ആശയങ്ങളാണെന്നും ചിന്തകളാണെന്നും അവയ്ക്കൊക്കെ വലിയ മൂല്യം കൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്കിടയിലുള്ള പുരോഹിതന്മാരാണെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് തെളിവാണ് നിങ്ങളുടെ അടുക്കലുള്ളത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ. ഈ വിഷയങ്ങളിലൊക്കെ ഇൽമിയായ വിഷയത്തിൽ, ഇപ്പൊ ഇൽമിയായ വിഷയങ്ങളെ ഒക്കെ മുൻനിർത്തിയിട്ടാണല്ലോ നിങ്ങൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇൽമിയായ വിഷയത്തിൽ എന്റെ റബ്ബിനോളം ഒരിക്കലും ഇൽമ് എവിടെയും വിശാലമായിട്ടില്ല. ആ റബ്ബാണ് ശരിയായ മാർഗദർശനം ഹിദായത്തിലേക്ക് നൽകിയിട്ടുള്ളത്. എങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അഫലാ തദക്കറൂൻ, നന്നായിട്ടൊന്ന് ചിന്തിച്ചു കൂടെ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത്. എത്ര യുക്തിഭദ്രമായ രൂപത്തിലാണ് അവരോട് വീണ്ടും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും പറയുന്നു, വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന. കുറച്ചുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാഴ്ചപ്പാടിനെ ഒന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുകയാണ്. വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ ഈ പറയുന്ന രാജാവിനെയോ അല്ലെങ്കിൽ എൻ്റെ പിതാവിനെയോ അല്ലെങ്കിൽ അവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗത്തെയോ ഒരു ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ഈ നാട്ടിലെ വ്യവസ്ഥകളെയോ ഞാൻ എങ്ങനെ ഭയപ്പെടാനാണ്? എനിക്കെങ്ങനെ ഭയപ്പെടാൻ കഴിയും? നിങ്ങളതൊന്ന് വിശദീകരിച്ചു തരണം. എനിക്കെങ്ങനെ ഭയപ്പെടാൻ കഴിയും? മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ്. എന്നാൽ ഇവിടെ മറ്റൊരു സംഗതി എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയോട് എന്തൊക്കെ കാര്യങ്ങളെയാണോ നിങ്ങൾ പങ്കുചേർക്കുന്നത്, ഇപ്പൊ ഉദാഹരണം രാജാവ്, അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇപ്പൊ രാജാവ് അങ്ങനെ ചെയ്യും, രാജാവ് ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണല്ലോ നിങ്ങൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ നാട്ടിലെ വ്യവസ്ഥിതികൾ നിങ്ങൾക്കെതിരിൽ തിരിയും എന്നൊക്കെയാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുലദൈവങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുള്ള ബർക്കത്തുകളൊക്കെ ഉണ്ടാവും, അതിന്റെ തട്ടലൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ ശകുനങ്ങൾ ഉണ്ടാകുമെന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ എനിക്ക് അപകടമുണ്ടാകും എന്ന നിലയ്ക്ക് പറയുന്ന അല്ലെങ്കിൽ കാരണമാക്കുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ, ആ സംഗതികളെ ഞാൻ എങ്ങനെ ഭയപ്പെടും? നിങ്ങളൊന്ന് പറഞ്ഞതാ. എനിക്ക് ലവലേശം എൻ്റെ ഉള്ളിൽ ഒരു ഭയവും ഇല്ല. കാരണം ഞാൻ സമ്പൂർണമായും എൻ്റെ മനസ്സിൽ അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഈ അല്ലാഹ് നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ മനസ്സിലേക്ക് അതിശക്തമായ രൂപത്തിൽ എന്തെങ്കിലും ഒന്ന് കയറി ചെല്ലണ്ടേ? എന്നാലല്ലേ എനിക്കതിനെ ഭയപ്പെടാൻ കഴിയുള്ളൂ.
ഇത് എൻ്റെ ഉള്ളിൽ അള്ളാഹ് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ ഭയപ്പെടുന്നത്. അതും എന്താണ്? അവന്റെ കൽപ്പനയിൽ നിന്നും ഞാൻ വ്യതിചലിച്ചു പോകുമോ എന്നുള്ള ഭയമാണ്. അത് എന്റെ വിഷയത്തിലാണ് ആ ഒരു ഭയവും. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ യുക്തിഭദ്രമായ രൂപത്തിൽ നിന്ന് ആലോചിച്ചു നോക്കുക. അതാണ് അഫലാ തതദക്കറൂൻ നേരത്തെ പറഞ്ഞത്. ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ള നമ്മുടെ ആലോചനകൾക്കും ചിന്തകൾക്കും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു പ്രയോഗം നടത്തുന്നത്. അന്ധമായ രൂപത്തിൽ സംസാരിക്കരുത്, അന്ധമായ രൂപത്തിൽ വാദിക്കാനും പാടില്ല, അന്ധമായ രൂപത്തിൽ ചിന്തിക്കാനും പാടില്ല. എല്ലാം യുക്തിയിൽ അധിഷ്ഠിതമായിരിക്കണം. ആ രൂപത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ അങ്ങനെയെങ്കിൽ എനിക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് ഭയക്കാൻ കഴിയുക? എന്നെ കൊണ്ട് കഴിയണ്ടേ? എന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യമോ? ഇനി നിങ്ങളുടെ മേൽ എന്തെങ്കിലും ആധികാരികമായ പ്രമാണമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കൊണ്ടുപോവാ. ഇത് മുൻകാല പ്രവാചകൻ അവതരിപ്പിച്ചതാണ്, ഇത് അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഈ അന്ധമായ വാദങ്ങളല്ലാതെ കൃത്യമായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുപോകും. നിങ്ങളത് കൊണ്ടുവന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. എത്രത്തോളം ദൈവീകമാണ്, എത്രത്തോളം പ്രാമാണികമാണ്, നമുക്കത് പരിശോധിച്ചു നോക്കാം. അതൊന്നും അല്ലാതെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിലും നവോത്ഥാനങ്ങൾ നടന്ന സമയത്ത് ആരൊക്കെയോ എന്തൊക്കെയോ പറയുകയുണ്ടായി. അതിനെതിരില്ല, നടക്കാൻ പാടില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോഴും എന്ത് ചെയ്തു? നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിച്ച നേതാക്കന്മാരൊക്കെ അവരോട് ചോദിച്ചത് എന്തെങ്കിലും പ്രമാണങ്ങളുണ്ടോ കയ്യിൽ? അപ്പൊ ഇവിടെ ദീനിനെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ദീൻ മുന്നോട്ട് വെക്കുന്ന ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അതിന്റെ ഹിദായത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസം ആവശ്യമാണ്. ഇപ്പൊ ദീനിൽ വളരെ പ്രധാനമായിട്ടും പ്രാധാന്യം കൽപ്പിക്കുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമാണ്, ഫർളാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു വിഷയമാണ് വിദ്യാഭ്യാസം. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞ ഒരൊറ്റ ഹദീസ് കൊണ്ടുപോകും, അല്ലെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പറഞ്ഞ ഒറ്റ ആയത്ത് കൊണ്ടുവരാൻ കഴിയുമോ? വെല്ലുവിളിച്ചു. പക്ഷെ എവിടെയും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സ്ത്രീകളൊക്കെ ഈ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, അധാർമികതകൾ ഉണ്ടാകും, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്താ സംഭവിച്ചത്? ഇപ്പൊ സ്വാഭാവികമായും പല ആളുകളും അവർക്ക് ദീനീ നിഷ്ഠയില്ലാത്തതിന്റെ പേരിലും ഭൗതികതയോടുള്ള അമിതമായ താല്പര്യത്തിന്റെ പേരിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൈകാരികമായിട്ടുള്ള അച്ചടക്കമില്ലായ്മയുടെ പേരിലും എന്തെങ്കിലും അരുതായ്മകൾ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഇതിന് തെളിവായിട്ട് പറയേണ്ടത്. പലപ്പോഴും അങ്ങനെ പറയാം, ഇന്ന സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചില്ലേ, ഇവിടെ ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നുള്ള രൂപത്തിൽ. അത് എന്തുകൊണ്ട് സംഭവിച്ചതാണ്? ഹദീസ് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ സംഭവിച്ചത്? എല്ലാവർക്കും വിദ്യാഭ്യാസം ആവശ്യമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ സംഭവിച്ചതാണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സംഭവിക്കണ്ടേ? ഇതെല്ലാവർക്കും സംഭവിച്ചിട്ടില്ലല്ലോ. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്, ചില ഇറങ്ങിപ്പോക്കുകൾ, ചില ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ. നല്ല ഒരു ശതമാനം ആളുകൾ നല്ല അച്ചടക്കത്തോടുകൂടി പഠന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അവർ ഉയർന്ന ഓരോ തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അവർ നേടിയ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മക്കൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാകുന്നു. പഴയ തലമുറയെക്കാളും നല്ല വിദ്യാഭ്യാസ കാഴ്ചപ്പാടുള്ള പുതിയൊരു തലമുറ രംഗത്ത് വരുന്നു. പഴയകാലത്ത് വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞ്, കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരിക സമരം എന്നുള്ളൊരു സംഗതിയാണ്. ഇന്ന് സമരമുണ്ടോ, നാളെ സമരമുണ്ടോ? കുട്ടികൾ ഏറ്റവും കൂടുതൽ അതാ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ചർച്ചയില്ല. ആരും സമരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല സ്കൂളിലേക്ക് പോകുന്നു. പഴയ കാലത്ത് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളൊക്കെ സ്കൂളിൽ പോയിരുന്ന സമരം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നിപ്പോ കുട്ടികൾ അതിന് വേണ്ടിയിട്ടല്ല പോകുന്നത്. എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടാ പോവുക. ഈ ഒരു മാറ്റം ഉണ്ടായില്ലേ? വലിയൊരു മാറ്റത്തിലേക്കല്ലേ നയിച്ചത്? എങ്ങനെയാണ് ഈ ഒരു മാറ്റം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടാണ്. കാരണം സ്ത്രീകളാണല്ലോ ഓരോ തലമുറയും രൂപപ്പെടുത്തുന്നത്. ഒരു തലമുറയുടെ ശോചനീയാവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരെ രൂപപ്പെടുത്തിയ മടിത്തട്ടിനെ കുറിച്ചാണ് പരിശോധിക്കേണ്ടത്. ഏത് മടിത്തട്ടിൽ കിടന്നിട്ടാണ് ഇത്രമാത്രം പിന്നോക്കാവസ്ഥയിലെത്തിയ ഈ ഒരു തലമുറ വളർന്നു വന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ മടിത്തട്ടുകൾ നന്നായി കഴിഞ്ഞാൽ ആ ഒരു തലമുറ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ മാത്രമേ ഉയർന്നു വരികയുള്ളൂ. അതാണ് പൊതുവായ ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഈ രൂപത്തിൽ തന്നെ എന്തെങ്കിലും പ്രമാണമുണ്ടോ? വിദ്യാഭ്യാസത്തെ എതിർക്കുന്ന ഒരു പ്രമാണമുണ്ടോ? സ്ത്രീകൾ പോകാൻ പാടില്ല എന്നുള്ളതിന്റെ ഏതെങ്കിലും ഒരു ഹദീസോ ഖുർആനായത്തോ ഉണ്ടോ? അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, മറ്റുള്ളതിനെ ഒന്നും ഇബാദത്ത് എന്നുള്ള കാഴ്ചപ്പാടിൽ നോക്കി കാണാനേ പാടില്ല എന്ന് പറയുമ്പോ അല്ല, അള്ളാഹുവിനെ അല്ലാതെയും ഇബാദത്ത് ചെയ്യാം എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരു തെളിവുണ്ടോ?
ഇതാണ് ചോദിച്ചത്. അപ്പൊ തെളിവുകളൊന്നും അവതരിപ്പിക്കാനില്ല. അപ്പൊ തെളിവുകളൊന്നും അവതരിപ്പിക്കാനില്ല എന്ന് മനസ്സിലാക്കിയ പൊതുജനം എന്ത് ചെയ്തു? എങ്കിൽ സത്യം പ്രമാണബദ്ധമായ മേഖലകളിൽ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ജനങ്ങൾ ആ ഒരു നവോത്ഥാനത്തെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ തയ്യാറായതും ഈരാറ്റുപേട്ട പഴയ അവസ്ഥയിൽ നിന്നും ഒരു 30 വർഷം മുമ്പുള്ള അവസ്ഥയിൽ നിന്നും ഈ അവസ്ഥയിലേക്ക് വികസിച്ചതും നമ്മുടെ നാട്ടിൽ ധാരാളം സ്കൂളുകൾ രൂപപ്പെട്ടതും. ഇന്ന് ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടിലേക്ക് ഈ ഒരു സമൂഹം ഉയർന്നു വന്നതും ആ ഒരു കാഴ്ചപ്പാടിനെ തുടർന്നാണ്. പ്രമാണബദ്ധമായ കാഴ്ചപ്പാടുകൾ, അടിയുറച്ച നിലപാടുകൾ സമൂഹം സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ്. അതേസമയത്ത് ഈ അന്ധമായ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല, അത്തരം എന്തെങ്കിലും വാദങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഞങ്ങൾ പേടിച്ച് അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോകും എന്നുള്ളതായിരുന്നു നിലപാടെങ്കിൽ, അങ്ങനെ നിലപാട് സ്വീകരിച്ച നാടുകളുടെ അവസ്ഥയെക്കുറിച്ച് നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. ഇത്ര മാറ്റത്തിനൊന്നും ഒരിക്കലും ആ നാടുകൾ അത് ആ ഒരു നവോത്ഥാനത്തെ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ചോദിക്കുന്നത് അത് തന്നെയാണ്. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, എന്തെങ്കിലുമൊക്കെ പ്രമാണങ്ങൾ നിങ്ങൾ ഈ പറയുന്ന വിഷയത്തെ സാധൂകരിക്കുന്ന രൂപത്തിൽ, സത്യപ്പെടുത്തുന്ന രൂപത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം. പക്ഷെ അവർക്കൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. ഇബ്രാഹിം നബി അലൈഹി വീണ്ടും അവരോട് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ നിർഭയതയ്ക്ക് ഏറ്റവും കൂടുതൽ അർഹത ആർക്കാണുള്ളത്? അപ്പൊ നമ്മൾ 2 വിഭാഗമാണല്ലോ. ഞാൻ നവോത്ഥാന ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്നു, നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു, ചിലപ്പോൾ ഭരണകൂടത്തിനെതിരെ വരെ ഞാൻ സംസാരിച്ചെന്നിരിക്കും. അപ്പൊ എന്റേതൊരു കാഴ്ചപ്പാടാണ്. മറുഭാഗത്ത് നിങ്ങളാണുള്ളത്. അങ്ങനെയെങ്കിൽ യുക്തിഭദ്രമായ രൂപത്തിൽ മറ്റൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. ഫഅയ്യുൽ ഫരീഖൈൻ, ഈ 2 വിഭാഗത്തിലും, ഒന്ന് ഞാൻ ഉൾക്കൊള്ളുന്ന ആശയത്തിന്റെ വിഷയത്തിലും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയത്തിന്റെ വിഷയത്തിലും ഏറ്റവും കൂടുതൽ അഹഖു ബിൽ അംൻ, നിർഭയതയ്ക്ക് അർഹത ആർക്കാണുള്ളത്? സുബ്ഹാനല്ലാഹ്, എത്രമാത്രം നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭയതയ്ക്ക് അർഹത വേണമല്ലോ. കാരണം നിങ്ങൾ പറയുന്നു രാജാവാണ്, ഭരണകൂടമാണ്, നേതാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി ജീവിതം എന്ത് ചെയ്യും? ഒന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സമയം കൊണ്ട് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നു, എനിക്ക് ഭയപ്പെടാൻ എങ്ങനെ കഴിയുന്നു? കൈഫ അഖാഫു മാ അസ്റക്തു, നിങ്ങൾ പങ്കു ചേർക്കുന്ന കാര്യങ്ങളെ ഞാൻ എങ്ങനെ ഭയപ്പെടും? ഭരണകൂടത്തെ ഞാൻ എങ്ങനെ ഭയപ്പെടും? രാജാവിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും? അല്ലെങ്കിൽ ഇവിടെയുള്ള നിലപാടുകളെ, വ്യവസ്ഥിതികളെ ഞാൻ എങ്ങനെ ഭയപ്പെടും? പുരോഹിതന്മാരെ ഞാൻ എങ്ങനെ ഭയപ്പെടും? ഇവിടെയുള്ള കുലദൈവങ്ങളെ ഞാൻ എങ്ങനെ ഭയപ്പെടും? എനിക്ക് ഭയപ്പെടാൻ കഴിയുന്നില്ല. അതാണ് എന്റെ അവസ്ഥ. കാരണം എന്റെ ഉള്ളിൽ നിർഭയത്വം നിറഞ്ഞു നിൽക്കുകയാണ്. ആ നിർഭയത്വത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്റെ റബ്ബ് എന്നുള്ള ചിന്തയാണ്. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച റബ്ബ്, ഈ സാഹചര്യങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ്, എല്ലാ ചുറ്റുപാടുകളെയും എങ്ങനെ ആവണം എന്നുള്ള വിഷയത്തിൽ മുൻകൂട്ടി തീരുമാനമെടുക്കുകയും അങ്ങനെ ശരിയായ തീരുമാനങ്ങൾ എടുത്ത് എന്നെയും നിങ്ങളെയും രാജ്യങ്ങളെയും നാടിനെയും ഈ വ്യവസ്ഥിതികളെ മുഴുവൻ, ഈ ഭൂമി ലോകത്തെയും അതുപോലെ തന്നെ പ്രപഞ്ചത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന ആ ഒരു ശക്തി, അജയ്യമായ ആ ഒരു ശക്തി, അതാണ് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ വലിയ ശക്തിക്ക് മുന്നിൽ നിങ്ങൾ എന്തൊക്കെയോ ആണ് എന്ന് പറയുന്ന ഒന്നിനെ എനിക്ക് ഭയപ്പെടാൻ കഴിയുന്നില്ല. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവിലേക്ക് വരണമെന്ന് പറയുന്നു. ശരിയായ അറിവിലേക്ക് നിങ്ങളൊന്ന് വരണം. വന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇപ്പോഴും അന്ധമായ ചില വന്നുകളുടെ പിടുത്തത്തിലാണ്. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞു, വന്ന് എന്ന് പറഞ്ഞാൽ കേവല ധാരണ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കേവല ധാരണകളിൽ നിന്നും ശരിയായ ഇൽമിലേക്ക്, ഇൽമ് എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സയൻസ് എന്നാ കിട്ടുക. എന്നുവെച്ചാൽ യുക്തിഭദ്രമായിട്ടുള്ള പഠനം, ശരിയായ പഠനം, ശരിയായ കാഴ്ചപ്പാടുകൾ, തെളിവോടുകൂടി മാത്രം നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്ന അറിവിനെയാണ് ഇൽമ് എന്ന് പറയാൻ കഴിയുക. അപ്പൊ ശരിയായ ഇൽമിലേക്ക് നിങ്ങൾ വരണം, നിങ്ങളുടെ കേവല ധാരണകളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല നിലയ്ക്ക് അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗത്തെ ശരിയായ രൂപത്തിൽ അനുധാവനം ചെയ്യാനുള്ള നല്ല ബോധം നൽകി അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. الله سبحانه وتعالى പറയുന്നു, الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. നിർഭയതയ്ക്കുള്ള അവകാശം ആർക്കാണ് ഉള്ളത് എന്നുള്ള നിലയ്ക്കാണ് അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ അടിവരയിട്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ഇതുവരെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉയരിക്കേണ്ടി വന്ന ആ ഒരു ജനതയും തമ്മിലുള്ള പരസ്പര സംഭാഷണങ്ങളാണ് അള്ളാഹു നമുക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ഇതുവരെയും സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി അള്ളാഹു പറയുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാഴ്ചപ്പാടുകളെ, അവിടുന്നിന്റെ വാദങ്ങളെ, അവിടുന്നിന്റെ ആർഗ്യുമെന്റുകളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിലേതാ ശരിയെന്നറിയോ? അല്ലദീന ആമനു, നിർഭയരായ ആളുകൾ ആരാണെന്നറിയുമോ? വലം യൽബിസു ഈമാനഹും, നിർഭയതയിലേക്ക് മറ്റൊന്നിനെയും കൂട്ടിക്കലർത്താത്ത ആളുകളുണ്ടെങ്കിൽ, ഇപ്പൊ നിർഭയമായ ഒരു അവസ്ഥ ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. എല്ലാവർക്കും ആഗ്രഹം സമാധാനത്തോടുകൂടി ഭയമില്ലാതെ കഴിഞ്ഞുകൂടണം എന്ന അവസ്ഥയിലാണോ നമ്മളുള്ളത്? ഒന്ന് പരിശോധിച്ചു നോക്കാം. ഞാൻ രാവിലെ എഴുന്നേറ്റ നിമിഷം മുതൽ എന്തൊക്കെയോ ചില ആശങ്കകൾ എൻ്റെ മനസ്സിനെ പിടികൂടിയിട്ടില്ലേ? ഞാനൊന്ന് ആലോചിച്ചു നോക്കാം. അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ മുന്നോട്ടിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ, ചില ആളുകളുടെ സംസാരം കേട്ടപ്പോൾ, ചില ഫോൺ കോളുകൾ വന്നപ്പോൾ, അതിനെ തുടർന്ന് എന്തൊക്കെയോ ചില അസ്വസ്ഥതകൾ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ, നിർഭയതയ്ക്കും അപ്പുറം ചില ഭയാശങ്കകൾ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അല്ലാഹു പറയുന്ന വിഷയം വലം യൽബിസു ഈമാനഹും, ആ നിർഭയതയിലേക്ക് ഞാൻ പല കൂട്ടിക്കലർത്തലുകൾ നടത്തിയിട്ടുണ്ട്. കൂട്ടിക്കലർത്തുകൾ നടക്കാനുള്ള കാരണം എന്താണ്? ഈ കൂട്ടിക്കലർത്തലുകൾ എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ള ചില ശക്തികളുടെ സാന്നിധ്യമാണ് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളത്. ഇപ്പൊ സമ്പത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയായിരിക്കാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന എന്താണ്? ആ സമ്പത്തിന് ചില കഴിവുകളൊക്കെ ഉണ്ട്. ഇപ്പൊ സമ്പത്തില്ലെങ്കിൽ അതൊന്നും നടക്കില്ല, സമ്പത്തുണ്ടെങ്കിൽ എല്ലാം നടക്കും. അപ്പൊ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം ആർക്ക് കൊടുത്തു? സമ്പത്തിന് കൊടുത്തു. അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അദ്ദേഹം എന്തോ അങ്ങനെ എന്നൊക്കെ ചില അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് പതുക്കെ പേടിയായി തുടങ്ങി. അദ്ദേഹം അറിഞ്ഞാൽ എന്താ ചെയ്യുക, അദ്ദേഹം അങ്ങനെ ചെയ്താൽ എന്താ ചെയ്യുക, ഇങ്ങനെ ചെയ്താൽ എന്താ ചെയ്യുക. അപ്പൊ അദ്ദേഹത്തിനും ചില കഴിവുകളും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു ധാരണയിലേക്കാണ് എൻ്റെ മനസ്സ് കടന്നുപോയത്. അപ്പൊ എൻ്റെ മനസ്സിൽ അസ്വസ്ഥത കടന്നുകൂടി. അദ്ദേഹം എന്തെങ്കിലും ചെയ്താലോ? അല്ലാഹുവിനെ പോലെ തന്നെ അദ്ദേഹത്തിനും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ധാരണയിലേക്ക് ഞാൻ എത്തി. ഇങ്ങനെ ഓരോരോ സംഗതികൾ, സമ്പത്തായിരിക്കാം, വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യം. ഇന്നത്തെ സാഹചര്യം അത് കുറച്ച് പ്രയാസകരമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോ വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികളോ അല്ലെങ്കിൽ ഭരണകൂടമോ, രാവിലെ ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചപ്പോഴാണ് BJP ഗവൺമെന്റിന്റെ പുതിയൊരു തീരുമാനം. അതോടുകൂടി എനിക്ക് പേടിയാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായി എന്താണ്? നിർഭയമായ അവസ്ഥയാണ് എൻ്റെ മനസ്സ് ഉൾക്കൊള്ളുന്നതെങ്കിൽ അതിൽ അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്നുള്ളതാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പോലെ എനിക്ക് സംസാരിക്കാൻ കഴിയും. നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ എനിക്ക് എങ്ങനെ ഭയപ്പെടാൻ കഴിയും? മോദിയെ കുറിച്ച് പറഞ്ഞു, മോദി അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, ഞാനെങ്ങനെ പുള്ളിക്കാരനെ ഭയപ്പെടുക? അമിത്ഷാ എന്തോ പറഞ്ഞു, അമിത്ഷാ വാതുറക്കണമെങ്കിൽ പടച്ചോൻ തീരുമാനിക്കണം. അള്ളാഹു ഇല്ലേ എനിക്ക്, പിന്നെ എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്? അല്ല, അവരുടെ ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ പേടിക്കാൻ തുടങ്ങും. എന്താ പേടി വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്കും ചില കഴിവുകളും പ്രാപ്തികളൊക്കെ ഉണ്ട്.
അല്ലെങ്കിൽ സാഹചര്യം, അല്ലെങ്കിൽ ഇന്ന വ്യക്തി, അല്ലെങ്കിൽ സമ്പത്ത്, ഇങ്ങനെയൊക്കെ പലതും എൻ്റെ മനസ്സിൽ ആശങ്കകൾക്ക് കാരണമാകുന്നുവെങ്കിൽ ഇതിനൊക്കെ ഓരോ ഇലാഹിന്റെ രൂപങ്ങൾ കൊടുത്ത് എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത് വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അതിക്രമപരമായ രൂപത്തിൽ അള്ളാഹു അല്ലാത്ത എന്തിനെങ്കിലും ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അല്ലാത്ത ആളുകൾ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അങ്ങനെ അല്ലാത്ത ആളുകളുടെ മനസ്സിൽ മാത്രമേ നിർഭയത ഉണ്ടാവുള്ളൂ. അപ്പൊ നിർഭയമായ ഒരു അവസ്ഥയിൽ ഭയമില്ലാതെ നല്ല ധൈര്യത്തോടുകൂടി നല്ല സന്തോഷത്തോടുകൂടി ഒരു പ്രയാസവും ഇല്ലാതെ ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമയ്ക്ക് ഹിദായത്തിന്റെ വഴികൾ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞെന്താ അറിയോ? ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ഹിദായത്തിനെ ശരിയായ രൂപത്തിൽ പിൻപറ്റാൻ താങ്കൾ എങ്ങനെ തയ്യാറായാൽ പിന്നെ താങ്കൾക്ക് ഭയവും ഇല്ല, ദുഃഖവും ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയവും ദുഃഖവും ഇല്ലാത്ത സമാധാനപരമായ ഒരു മാർഗത്തിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കുട്ടിക്കാലം മുതൽ പരിചയിച്ച് വന്ന ശൈലികൾക്ക് എതിരായ ചില ശൈലികൾ ഇസ്ലാമിൽ കാണുമ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാകുന്നു എന്ന് മാത്രം. അത് നടക്കുമോ, ഇത് നടക്കുമോ, അല്ലെ അതിന് കഴിവില്ലേ, ഇതിന് കഴിവില്ലേ, പടച്ചവന് മാത്രമേ കഴിവുള്ളൂ, പടച്ചവന് മാത്രമേ കഴിവുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് പലപ്പോഴും എത്തിപ്പെടാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അവിടെയാണ് ഭയാശങ്കകൾ പതുക്കെ പതുക്കെ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും കൗമും തമ്മിലുള്ള സംസാരം കേട്ടപ്പോൾ നമുക്ക് നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ. അപ്പൊ നമ്മൾ ചിന്തിച്ചു, ഇത് എന്തൊരു വിവരം കേട്ട കൗമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എത്ര ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന് സംസാരം കേട്ടപ്പോരെ ഇതെന്തൊരു മണ്ടന്മാരാണെന്നൊക്കെ പറഞ്ഞ് ഇത്രയും സമയം നമ്മൾ എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൗമിനെ എന്ത് ചെയ്തു? അങ്ങേയറ്റം നമ്മൾ അവരെ കുറ്റപ്പെടുത്തി, ആക്ഷേപിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ നേരെ നമ്മുടെ നേരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നപ്പോഴോ, പടച്ചോനെ ഇതാണോ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്? അള്ളാഹു അല്ലാത്ത ഒന്നിനും എൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞു വന്നത്? അങ്ങനെയെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞു. അല്ല, ഇതുവരെയും അവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന എൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹു അല്ലാത്ത ഒന്നും ഇല്ലേ മനസ്സിൽ? ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് ചേരാൻ താങ്കളെ കൊണ്ട് സാധിക്കും. ഇവിടുത്തെ വിഷയം നിർഭയതയാണ്, നിർഭയത്വം. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത്. അല്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കൗമിനെ കുറെ കുറ്റപ്പെടുത്തലല്ല ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു നിർഭയമായ അവസ്ഥയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഭയമില്ലാതെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടണം. ആ ഒരു ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഏറ്റവും വിശാലമായിട്ടുള്ള വലിയ പുരോഗതിയിലേക്കും വലിയ നന്മകളിലേക്കും വലിയ വിജയങ്ങളിലേക്കും നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്ന വലിയൊരു ആശയത്തെക്കുറിച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇവിടെ സംസാരിച്ചത്. ആ ഒരു ആശയത്തിലേക്ക് നാം കടന്നു ചെല്ലണം എന്നുണ്ടെങ്കിൽ ആ നിർഭയത്വത്തെ നഷ്ടപ്പെടുത്തുന്ന, നശിപ്പിച്ചു കളയുന്ന, ആവശ്യമില്ലാത്ത ആശങ്കകൾക്ക് കാരണമാകുന്ന ഒരു ചിന്തയും ഒരു താല്പര്യവും ഒരു വ്യക്തിയും ഒന്നും നമ്മുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കാൻ പാടില്ല. അള്ളാഹു മാത്രമേ സ്ഥാനം പിടിക്കാൻ പാടുള്ളൂ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്തിനെ പിൻപറ്റാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാവങ്ങളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരെയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ഭാരമായ രോഗങ്ങളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.